നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയ അതിജീവിതകളുടെ സ്വകാര്യത തകർത്ത് റിപ്പോർട്ടർ ചാനൽ നടത്തിയ അട്ടിമറിയിൽ മുഖ്യമന്ത്രി ഇടപെടണം എന്നാണ് WCC ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൊഴികൾ ചാനലിന് നൽകിയതിന് പിന്നിൽ റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെ നീക്കങ്ങൾ സംശയിക്കുന്നുണ്ട് എന്നതാണ് WCCയുടെ മറ്റൊരു ഗുരുതരമായ ആരോപണം. ഹൈക്കോടതിയുടെ നിർദ്ദേശം മാത്രമല്ല ലംഘിക്കപ്പെടുന്നത്, അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസവും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയം പരിശോധിക്കുന്നു. വാർത്താ ആക്രമണം തടയേണ്ടതല്ലേ? പ്രേക്ഷകർക്ക് സ്വാഗതം. നിയമവിദഗ്ധൻ, സുപ്രീം കോടതിയിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ, നിർമ്മാതാവ് ശ്രീ സജി നന്ദിയാട്ട് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ളത്. ഈ രഞ്ജിനിയെ നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു ഈ ചർച്ചയിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ. ശ്രീ CR നീലകണ്ഠൻ, ഇതിപ്പോൾ ഒരു മാധ്യമം, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലാണ് ഇവിടെ നടത്തിയിട്ടുള്ള ചില ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളടക്കം എന്ന പേരിൽ നൽകിയിരിക്കുന്ന ചില വാർത്തയാണ് ഈ ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾക്ക് ആയിരിക്കുന്നതും ഇപ്പോൾ WCC മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതിയിരിക്കുന്നതും. അതിൽ പറയുന്നത്, കോടതി വിലക്കിയ, സർക്കാർ പുറത്തുവിടരുതെന്ന് തീരുമാനിച്ച, ഈ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയ അതിജീവിതകളുടെ വിവരങ്ങൾ, അല്ലെങ്കിൽ അവരെ ആരാണെന്ന് അറിയാൻ പാകത്തിലുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നു ഈ ചാനൽ. അതുകൊണ്ട് തന്നെ ഇരകളുടെ അല്ലെങ്കിൽ അതിജീവിതരുടെ സ്വകാര്യത അപകടത്തിലാകുന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നതിലെ ആശങ്കയാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയുണ്ടോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും വകയുണ്ട് എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർ വലിയൊരു പോരാട്ടം നടത്തിയാണ് ഹേമ കമ്മിറ്റി വന്നത്. ഹേമ കമ്മിറ്റി വന്നതിന് ശേഷവും തെളിവെടുത്തതിന് ശേഷവും അനേക വർഷം, 4.5 വർഷം അത് മറച്ചു വയ്ക്കപ്പെട്ടു, പുറത്തു വന്നില്ല. അത് കണ്ടിട്ടുള്ള ഭരണകൂടത്തിലെ ആളുകൾ, പോലീസിലെ ആളുകളൊക്കെ തന്നെ അതിലൊരു ആക്ഷനും എടുത്തില്ല. ഒടുവിൽ വിവരാവകാശമനുസരിച്ച് പാതി പുറത്തുവിട്ടു. ഇപ്പോൾ അതിൻ്റെ മുഴുവൻ ഭാഗവും കോടതിയിൽ എത്തിയിരിക്കുന്നു. പോലീസ് അതിനനുസരിച്ച് കേസെടുക്കണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിരിക്കുന്നു. വൈകിയാണെങ്കിലും നേർവഴിക്ക് ഇത് പോകുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടെങ്കിലും, മറുവശത്ത് സമാന്തരമായി ഈ റിപ്പോർട്ടിനെയും ഇതിലേക്ക് നയിച്ച ഘടകങ്ങളെയും, ഈ സിനിമയിലെ പുരുഷാധിപത്യത്തിനെതിരായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ആധിപത്യങ്ങൾക്കെതിരായ പോരാട്ടത്തിനെയും എതിർക്കുന്ന ശക്തികൾ വളരെ ശക്തരാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ WCCയുടെ ആശങ്ക പ്രധാനമാണ്. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നിയമലംഘനം പെടുന്നില്ല. ഇതിൽ ഇപ്പോൾ പ്രശാന്ത് പത്മനാഭനുണ്ട്, അദ്ദേഹം പറയുമായിരിക്കും. എന്തായാലും അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്. ഒരു ലൈംഗികാതിക്രമ കേസിൽ, ഒരു സെക്ഷൽ അസാൾട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേസിൽ അതിജീവിതയുടെ ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടലിന് സാധ്യതയുള്ള ഒരു സൂചനയും ഒരു മാധ്യമവും നൽകരുത്, ആരും നൽകരുത്, പറയരുത് എന്നാണ്. പേര് മാത്രമല്ല, ഇപ്പോൾ അവരുടെ കുടുംബമാവാം, ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സിനിമയാവാം, അഭിനയിച്ചൊരു സിനിമയാവാം, അതിലൊരു സഹനടനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാന നടനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുന്നു, അവരാവാം, സംവിധായകൻ്റെ പേരാവാം. ചുരുക്കത്തിൽ സംവിധായകൻ്റെ പേര് പറഞ്ഞ് സിനിമയുടെ പേര് പറഞ്ഞാൽ നടിയുടെ പേര് അപ്പം കിട്ടും, നമുക്ക് കിട്ടുമല്ലോ. പ്രധാന നടൻ്റെ പേര് പറഞ്ഞ് സിനിമയുടെ പേരോ സംവിധായകൻ്റെ പേരോ പറഞ്ഞാൽ ഉടനെ നമുക്ക് നടിയുടെ പേര് കിട്ടും. എന്ന് പറഞ്ഞാൽ നടിയുടെ അതിജീവിതയുടെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളിലേക്ക് പോകുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന മാധ്യമ സ്വാതന്ത്ര്യത്തിൽ പെടുന്നില്ല, നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. CR നീലകണ്ഠൻ, അതിലിപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ഭാഗം ഞാൻ അങ്ങ് പൂർണ്ണമായി അംഗീകരിക്കുകയാണ്. അതായത് മാധ്യമ സ്വാതന്ത്ര്യം എന്നത് നിയമലംഘനത്തിനുള്ള ഒരു ലൈസൻസ് അല്ല. ഞാൻ താങ്കളോട് പൂർണ്ണമായി യോജിക്കുന്നു. മാത്രമല്ല WCC ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഇതിൽ അതിജീവിത ആരാണ് എന്ന് മനസ്സിലാകാൻ പാകത്തുള്ള സൂചനകൾ അങ്ങുന്ന വാർത്തയാണ് ഈ ചാനൽ നൽകിയിരിക്കുന്നത് എന്നൊക്കെയാണ്. അതവിടെ നിൽക്കട്ടെ, WCCയുടെ പ്രധാനപ്പെട്ട ആക്ഷേപമായി അത് നിൽക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് അത് എത്തുകയും ചെയ്യുന്നു. പക്ഷേ അതുപോലെ തന്നെ സമാനമായ രീതിയിൽ, ഒരുപക്ഷെ തുല്യമായ രീതിയിൽ തന്നെ ഗുരുതരമായ മറ്റൊരു കാര്യമല്ലേ ഈ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി വളരെ പാകതയോടുകൂടി അതിൻ്റെ രഹസ്യാത്മക സ്വഭാവം
നിലനിർത്തിക്കൊണ്ട് പരിശോധിക്കപ്പെടേണ്ടുന്ന സംവിധാനങ്ങളിൽ ഒരു ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്നുകൂടിയല്ലേ ഈ സംഭവങ്ങൾ കാണിക്കുന്നത്? അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ചാനലിനോ ഒരു പത്രമാധ്യമത്തിനോ എങ്ങനെയാണ് ഈ വിവരങ്ങൾ കിട്ടുന്നത്? അപ്പോൾ ഈ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇതിൽ അന്വേഷണം പോലും ആ രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം എന്ന കോടതിയുടെ നിർദ്ദേശത്തെ ഈ സംവിധാനങ്ങൾ തന്നെ ലംഘിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണല്ലോ ഇത് മാധ്യമങ്ങളിലേക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കിട്ടുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു ചോർച്ച സംഭവിക്കുന്നു എന്നതല്ലേ കുറെ കൂടി ഗൗരവമുള്ള ആശങ്കയുണ്ടാക്കുന്ന കാര്യം. അതിലൊരു പരിശോധന അതുണ്ടാകേണ്ടത് സർക്കാരിന്റെ ഭാഗത്തുനിന്നല്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതാ രണ്ടാം ഭാഗത്തേക്ക് വന്നിരുന്നത്. ഇതിൽ ഗുരുതരമായ കാര്യം അതുതന്നെയാണ്. മാധ്യമങ്ങൾ കൊടുത്തു എന്നത് മാധ്യമങ്ങളുടെ ഒരു ധർമ്മമോ അധർമ്മമോ ആയിട്ട് നമുക്ക് കാണാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമാണ്, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഹേമ കമ്മിറ്റി തന്നെ അതിൻ്റെ റിപ്പോർട്ടിൽ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് പറയുന്നു. അതിനുശേഷം ഹൈക്കോടതി തന്നെ അന്വേഷണ സംഘത്തോട് പറയുന്നു. സർക്കാരിന് ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട്, 4.5 വർഷം മുമ്പ് കൊടുത്ത റിപ്പോർട്ട്, എങ്ങനെയാണ് ഒരു ചാനലിന് അതിന് മറച്ചു വെക്കേണ്ട ഭാഗങ്ങൾ കിട്ടിയത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയേണ്ടത് റിപ്പോർട്ട് സൂക്ഷിക്കുന്ന ആളുകളല്ലേ? ഒരു സംശയമില്ല ഗോപി, അവർ സൂക്ഷിക്കുന്ന ആളുകൾ തന്നെയാണ്. ആ സൂക്ഷിക്കുന്ന ആളുകൾ ആരാണ്? ഒന്ന് മന്ത്രിസഭ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്യാബിനറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിലെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ. നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഒരു കാര്യം കേട്ടിരുന്നു, അതായത് സിനിമ അഡ്വൈസറി കമ്മിറ്റിയിലെ ചില ആളുകൾ ഇതിൽ അവർക്കെതിരെ പരാതിയുണ്ട്. അവർ ഈ റിപ്പോർട്ട് നേരത്തെ വായിച്ചിരുന്നു എന്ന ഒരു വാർത്ത കാര്യമായി കേരളത്തിൽ പടർന്നെന്ന് ഗോപി ഓർക്കുന്നുണ്ടാവും. ഇപ്പം ഞാൻ മുകേഷിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം സിനിമാ ഉപദേശക സമിതിയിലിരിക്കുകയും ഈ റിപ്പോർട്ട് വായിക്കുകയും ചെയ്തിട്ടുണ്ട് 4.5 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണോ ചോർന്നത്? അങ്ങനെയാവാം. ഇതല്ല, പോലീസിന് ആദ്യത്തെ ദിവസം തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സർക്കാർ ആദ്യം കൈമാറുന്നത് DGPക്കാണെന്ന് പറയുന്നു. ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പ്രത്യേകമായി കൈമാറിയിട്ടുണ്ട്. എവിടെ നിന്ന് ചോർന്നുവെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ്. കാരണം അത് സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ഇനി സർക്കാരിൽ ഏതെങ്കിലും ആളുകൾ ഇത്തരത്തിൽ വഴിവിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ശിക്ഷിക്കപ്പെടണം. പോലീസാവാം, ഉപദേശക സമിതിയാവാം, സർക്കാരിലെ വേറെ ഏതെങ്കിലും സ്വാധീനമുള്ള ആളുകളാവാം, ആരാണെങ്കിലും. WCC പറയേണ്ട അതും കൂടിയാണ്. യഥാർത്ഥത്തിൽ അവർ കൂടി ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇനിയും ഇത് വേറെ ചാനലിന് കിട്ടും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കിട്ടും. ഇപ്പോൾ ശിക്ഷിക്കാൻ പറ്റാത്ത ചാനലുകൾ ഒരുപാടുണ്ടല്ലോ ഗോപി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബ് ചാനൽ വന്നാൽ, ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങുന്നു, ഞാനിതിടുന്നു, നാളെ അത് പൂട്ടുന്നു, എന്നെ ഏത് രീതിയിൽ ശിക്ഷിക്കാൻ പറ്റും? ശിക്ഷിക്കലൊക്കെ വലിയ കണക്ക് തന്നെയാണ് യൂട്യൂബ് ചാനലിലൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നിങ്ങളുടെ ചാനൽ പോകുന്ന പോലെ തന്നെ വൈറലാക്കാനുള്ള ചില ടെക്നിക്കുകൾ ഇവരുടെ കയ്യിലുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണവും വലിയ തോതിൽ സ്വാധീനവും ജനപിന്തുണയും, ഞാൻ കോട്ട് അൺകോട്ട് ജനപിന്തുണയുമുള്ള ആളുകളാണ് മറുവശത്ത് നിൽക്കുന്നത് എന്നതുകൊണ്ട് തീർച്ചയായും ഇത് വൈറലാക്കാൻ ഒരു വിഷമവുമില്ല. മാത്രമല്ല, ഇതിലൊരു ക്രിമിനൽ കാര്യം കൂടിയുണ്ട്. അഡ്വക്കേറ്റ് പത്മനാഭൻ പ്രശാന്ത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ കേസ് ദുർബലപ്പെടുകയാണ് പല രീതിയിൽ. എന്തുകൊണ്ടാ? അതിജീവിതയ്ക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നാളെ തെളിവ് കൊടുക്കാൻ അവർ പോയിക്കൊള്ളണമെന്നില്ല. മാത്രവുമല്ല, ഇനി ബാക്കി അതിജീവിതകൾ ഇത് ഭയന്ന് ഇനി ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞു പോകാനും സാധ്യതയില്ലേ? താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത് മത്സരത്തിന്റെ കാലമാണ്. മാധ്യമങ്ങൾ തമ്മിൽ ഈ വിപണിക്കകത്ത് ഒരു മത്സരം നടക്കുന്നുണ്ട്. വാർത്തകൾ കൂടുതൽ സെൻസേഷനലൈസ് ചെയ്യപ്പെടുന്ന കാലമാണ്. ഞാൻ ഇതൊക്കെ വളരെ ആത്മവിമർശനപരമായി തന്നെ അതെല്ലാം മനസ്സിലാക്കുകയും അതിന് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്, ഒരു തർക്കവും അതിനകത്തില്ല. അതേസമയം തന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്ന തരത്തിൽ ഇതിൽ ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ അതിജീവിതകൾ അവരുടെ അവകാശം സംരക്ഷിക്കുന്ന തരത്തിൽ, അവരുടെ സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിലുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ഇടപെടൽ മാത്രമേ മാധ്യമങ്ങൾ നടത്താവൂ. അത് ഈ നമ്മുടെ ദൃശ്യമാധ്യമമായാലും അതല്ല പത്രമാധ്യമങ്ങളാണെങ്കിലും അതല്ല സമൂഹ മാധ്യമങ്ങളാണെങ്കിലും ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് താങ്കൾ പറഞ്ഞതിന് ഞാൻ അടിവരയിട്ട് അംഗീകരിക്കുന്നു. അത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കും മാധ്യമ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ ഇവിടെയുള്ള പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കുമുണ്ട്. ഒരു തർക്കവും ശ്രീ CR നീലകണ്ഠൻ ആ കാര്യത്തിലില്ല. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ കോടതി മാധ്യമങ്ങളെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വ ബോധത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിധി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നൽകിയത്.
അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, താങ്കൾ വായിച്ചു കാണുമല്ലോ. സിൻസ് വി ആർ ഹോപ്പ്ഫുൾ ദാറ്റ് ദ പ്രിന്റ്, ഇലക്ട്രോണിക് ആൻഡ് സോഷ്യൽ മീഡിയ വിൽ ഷോ ഡ്യൂ റെസ്പെക്ട് ടു ദ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് in the society in a sensitive matter such as the present, we do not feel any need to pass a formal order restraining the media in this regard. അതായത് മാധ്യമങ്ങൾക്ക് മേൽ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് കോടതി ഇറക്കിയിട്ടില്ല. അതിന് കാരണം കോടതി പറയുന്നത് ഈ അതിജീവിതകളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തോടുകൂടി മാധ്യമങ്ങൾ പെരുമാറും എന്നത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് കോടതി അങ്ങനെ മാധ്യമങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പക്ഷെ അതിന് നേരെ ഘടകവിരുദ്ധമായ രീതിയിൽ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി എന്നതാണോ ഇന്നിപ്പോൾ ഈ അതിജീവിത ആരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പാകത്തിലുള്ള, അല്ലെങ്കിൽ ആരോപണ വിധേയരാരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പാകത്തിലുള്ള ഹേമ കമ്മിറ്റിയിലെ വിവരങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ സംപ്രേഷണം ചെയ്ത് പുറത്തു വന്നത്? എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? അതിൽ നിയമപരമായി എന്തൊക്കെ വെല്ലുവിളികളാണ്, അല്ലെങ്കിൽ നിയമപരമായി എന്തൊക്കെ നടപടികളാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ മാധ്യമ സ്ഥാപനങ്ങൾ നേരിടേണ്ടി വരിക? അതിലെനിക്ക് 2-3 വശങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഞാൻ താങ്കൾ ചോദിച്ച ഈ കാര്യം അതിന്റെ വസ്തുത എന്താണെന്നുള്ളത് കണ്ടില്ല. അതായത് ഏത് ചാനല് എന്ത് ന്യൂസ് ആണ് പുറത്തുവിട്ടത്, അത് അതിജീവിതയുടെ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്തുന്ന രീതിയിലാണോ? സുപ്രീം കോടതി വിധിയുണ്ട് 2018 നിപുൻ സക്സേന കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്, നോ പേഴ്സൺ ക്യാൻ പ്രിന്റ് ഓർ പബ്ലിഷ് ഇൻ പ്രിന്റ്, ഇലക്ട്രോണിക്, സോഷ്യൽ മീഡിയ എറ്റ്സെട്ര the name of the victim or even in a remote manner disclose any facts which can lead to the victim being identified and which should make her identity known to the public at large. ഈ അതിജീവിത ആരാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ന്യൂസുകൾ, അല്ലെങ്കിൽ അതിജീവിതയുടെ പേരോ വിവരങ്ങളോ വെളിപ്പെടുത്തുന്നത് പോലെ തന്നെ ആരാണെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ന്യൂസുകൾ കൊടുക്കാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി വിധി. സുപ്രീം കോടതി വിധികൾ വളരെ വ്യക്തമാണ്. അത് രാജ്യത്തെ മുഴുവൻ നിയമമാണ്. അതറിയാവുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു റെസ്ട്രിക്ഷന്റെ ആവശ്യമില്ല. മീഡിയ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പുതിയൊരു ഓർഡറിന്റെ ആവശ്യമില്ല എന്നാണ് ഹൈക്കോടതി ഒബ്സർവ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഹൈക്കോടതി ആരെയാണ് ഇത് എൻട്രസ്റ്റ് ചെയ്തത്? ഹൈക്കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയാണ് ഈ മുഴുവൻ റിപ്പോർട്ടും ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമാണ് അത് കൃത്യമായിട്ട് പിടിക്കാം. ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്ത് നിന്നാണ് ഈ ന്യൂസ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവരാണ് കോടതിയോട് ഉത്തരം പറയേണ്ടത്. അല്ലാതെ ചാനലുകളല്ല. മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ന്യൂസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ആ സോഴ്സ് സാധാരണഗതി കോടതി ചോദിക്കാറില്ല. മാധ്യമ സ്ഥാപനത്തിന് എവിടെ നിന്നാണ് ഇത് കിട്ടിയതെന്ന് ചോദിക്കാറില്ല. ആരുടെ കയ്യിലോട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്? ഈ ഫുൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കയ്യിലാണ്. അവരുടെ ഉത്തരവാദിത്വമാണ് ഇത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക. പുറത്തു വരാത്ത ഭാഗങ്ങൾ, ഇൻഫർമേഷൻ കമ്മീഷൻ ഓർഡർ ചെയ്ത് പുറത്തു വന്ന ഭാഗങ്ങൾ മാത്രമേ മീഡിയയുടെ കയ്യിലുള്ളൂ. അതല്ലാതെ അതിനുപരിയായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരെങ്കിലും വന്ന് മൊഴി കൊടുത്ത കാര്യങ്ങളോ അവിടെ നിന്ന് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ അവരാണ് ഉത്തരവാദി. വളരെ സ്പഷ്ടമല്ലേ? ഈ മാധ്യമങ്ങൾക്ക് ഈ ന്യൂസ് എവിടെ നിന്നാണ് വരുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തുന്നു. അതില് നിങ്ങളെ അന്വേഷണത്തിന്റെ പുരോഗമനം മാധ്യമങ്ങളോട് പറയാം. കാരണം ജനങ്ങൾക്ക് ഇത് അറിയാനുള്ള അവകാശമുണ്ട്. അതിനുപരിയായിട്ട് അതിന്റെ ഡീറ്റെയിൽസോ അതിലെ ഓരോ ഘട്ടമായിട്ടോ അതിൽ ആര് എന്ത് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളോ ഒന്നും വിശദീകരിക്കരുത് എന്ന്, പ്രത്യേകിച്ച് പ്രഷറൈസ്ഡ് ആകരുത് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അടുത്ത് ഹൈക്കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാനൊരു ഒറ്റ കാര്യം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്, നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു തീർപ്പിലെത്താൻ കഴിയുക? അതായത് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്നായിരിക്കാം ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നിരിക്കുന്നത് എന്നൊരു തീർപ്പിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ? കാരണം ഇത് കോടതി കയറുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് 4.5 വർഷക്കാലം സർക്കാരിന്റെ ഫ്രീസറിൽ ഇരുന്ന റിപ്പോർട്ടാണ്. അതിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് സർക്കാരിന്. അപ്പോൾ തന്നെ ഒരു സിനിമാ മന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെ ഇതിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം എന്നുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് ഈ ഭരണകക്ഷി MLA ആയിരുന്ന ആളുകൾക്ക് ഇതിന്റെ വിവരങ്ങൾ കിട്ടിക്കാണും. അതുകൊണ്ടാണ് സർക്കാർ ഈ കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കാതെ ഒളിച്ചു കളിച്ചത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നേരിട്ടിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോഴൊക്കെ ഒരുപക്ഷെ ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ ചോർന്നു പോകാനുള്ള സാഹചര്യങ്ങൾ, ഞാൻ ചോർന്നു എന്നല്ല പറയുന്നത്, അത്തരം സാഹചര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാമല്ലോ. എങ്ങനെയാണ് അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പക്കൽ നിന്ന് തന്നെയാണ് ചോർന്നു പോയത് എന്നൊരു നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയുക? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ വർക്ക് എൻട്രസ്റ്റ് ചെയ്തതിന് ശേഷം ഹൈക്കോടതി അവരോട് അന്വേഷണം നടത്തണം. നിങ്ങൾ ഇത് ഈ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ പുറത്ത് ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ച് അതിനകത്തുള്ള കാര്യങ്ങളോ അതിനനുബന്ധമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിളിച്ചു വരുത്തിയപ്പോൾ ആരെങ്കിലും പറഞ്ഞ മൊഴികളോ അതൊന്നും പുറത്തു പോകാതിരിക്കേണ്ട ബാധ്യത അവർക്കാണ്. ഈ കാര്യങ്ങൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ട ബാധ്യത അവർക്കാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ഇതിനെ വീക്കൻ ചെയ്യാൻ ഒരു പക്ഷെ സഹായിക്കുമായിരിക്കും. ഇതിനകത്ത് ആർക്കൊക്കെ പങ്കുണ്ടെന്നുള്ളത് അടുത്ത സ്റ്റെപ്പാണ്. പക്ഷേ ഒരു കാര്യം കൂടെ പറയോട്ടെ, ഈ WCCക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അവർ ഗവൺമെന്റിന്റെ അടുത്തല്ല കൊടുക്കേണ്ടത്, അവർ ഹൈക്കോടതിയിലായിരുന്നു ഒരു അപേക്ഷ കൊടുക്കേണ്ടിയിരുന്നത്. കാരണം ഹൈക്കോടതിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി നിങ്ങൾ കീപ്പ് ചെയ്യണം. ഹൈക്കോടതി ഇപ്പൊ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ടീം ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിരിക്കുന്നത് ഹൈക്കോടതിയിലോട്ടാണ്. കോടതിയുടെ കീഴിലുള്ള ഒരു അന്വേഷണത്തില് ഗവൺമെന്റിന്റെ അടുത്ത് പോയിട്ട് WCC നിങ്ങൾ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് പറയുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കമാണെന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള ഒരു വിശ്വാസം. കാരണം എല്ലാ ഗവൺമെന്റുകളും പൊതുവെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ മമതാ ബാനർജിയുടെ വെസ്റ്റ് ബംഗാളിലെ ഒരു കേസിന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. എത്രമാത്രം ഫൈറ്റ് ചെയ്തിട്ടാണ് സുപ്രീം കോടതി വളരെ കർശനമായിട്ടുള്ള നിലപാട് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് ഗവൺമെന്റ് ഓരോ നീക്കുപോക്കുകൾ ചെയ്യുന്നത്. ഗവൺമെന്റ് ഗിൽറ്റി ബൈ ഇനാക്ഷൻ എന്ന് പറയും. അതായത് ഒരു കാര്യം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത് കൊണ്ട് ഗവൺമെന്റിന് ഒരു ബാധ്യതയുണ്ട്, അവർക്കൊരു ലീഗൽ ലയബിലിറ്റി ഉണ്ട്, അവർ ചെയ്തത് തെറ്റാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ആ ഒരു സ്ഥിതിയിൽ ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിനെ വീക്കൻ ചെയ്യാനാണോ, ഈ കേസിന്റെ അന്വേഷണം ശരിയായ ഗതിയിൽ നടക്കുമ്പോൾ അവിടെ നിന്ന് കുറേശ്ശെ കാര്യങ്ങൾ സെലക്റ്റീവായിട്ട് പുറത്തു വന്നിട്ട് ഈ കേസിന്റെ ബലം ചോർന്നു പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുകയോ പ്രബലന്മാരെ പിടിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ ഞാൻ ഇപ്പോഴും ഗവൺമെന്റിനെയാണ് പ്രതിഭാഗത്ത് നിർത്തുന്നത്. കാരണം ഇതിനകത്ത് ഹൈക്കോടതി കുറ്റം കണ്ടെത്തിയത് ഇത്രയും നാൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചിരുന്നു, ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്നുള്ളതുണ്ട്. അതിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തുകയാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ബാധ്യത ഉത്തരം പറയാൻ ബാധ്യസ്ഥമായിരിക്കുന്നത് കോടതിയോടാണ്, ഗവൺമെന്റിനോടല്ല. ഒരു സാധാരണ കേസിലാണെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്ത് അവിടെയാണ് എന്റെ സംശയം. അതായത് ഇതിന്റെ സ്വകാര്യത, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ വ്യക്തികളുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആത്യന്തികമായി ഇപ്പോൾ കോടതി നിർദ്ദേശം അനുസരിച്ച് അത് SITയിൽ മാത്രം നിക്ഷിപ്തമായ ഒന്നാണോ, അതോ അത് ആത്യന്തികമായി സർക്കാരിന്റെ ഉത്തരവാദിത്വമാണോ? സർക്കാരിൻ്റെതാണ് എന്ന ബോധ്യത്തിൽ നിന്നായിരിക്കുമല്ലോ WCC മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്തെഴുതിയത്. ഇപ്പോൾ മാത്രമല്ല, നേരത്തെ തന്നെ അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പിന്മേലാണ്, ആ നിയമപരമായ ഉറപ്പിന്മേലാണ് പല ആളുകളും ചെന്ന് മൊഴി കൊടുക്കാൻ തയ്യാറായത്. അപ്പോൾ അത് പാലിക്കപ്പെടാതെ വരുന്നു എന്ന ആശങ്ക അവർക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവരുടെ ആശ്രയം എന്ന് പറയുന്നത് സർക്കാരല്ലേ, അതോ കോടതി തന്നെയാണോ നിയമപരമായി? ഒരു അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വളരെ പഴയ DGPമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു താഴെ നിലയിലുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ മുതലുള്ള ഏത് പോലീസ് ഓഫീസർ ആണെങ്കിലും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ ആർക്കും, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ആർക്കും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിൽ അന്വേഷണം ഇന്ന രീതിയിൽ വേണം എന്ന് കൈ കടത്താനുള്ള അവകാശമില്ല. അവിടെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഒരു ഗവൺമെന്റിന്റെ ബാധ്യത എന്താണ്? ലോ ആൻഡ് ഓർഡർ നടപ്പാക്കുക, കോടതിയെ വസ്തുതകൾ കണ്ടെത്തുന്നതിൽ സഹായിക്കുക. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് അന്വേഷണങ്ങൾ നടത്തുന്നത്. പോലീസിനെ കേസ് ഏൽപ്പിച്ചിരിക്കുന്നു, ഗവൺമെന്റ് അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ ടീമിനോട് ഹൈക്കോടതി പറയുകയാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കൂടെ പരിശോധിക്കണം, മുഴുവൻ റിപ്പോർട്ട് നോക്കുക, വേണ്ടതുപോലെ ചെയ്യുക, അതിൽ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ, വസ്തുതകൾ കോടതിയിൽ സമയബന്ധിതമായിട്ട് ഇവിടെ സമർപ്പിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിലെ ആരോടും മറുപടി പറയാനുള്ള ബാധ്യതയില്ല. അവർ ചെയ്യേണ്ട ജോലി ചെയ്തിട്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കോടതിയിലാണ്. ഹൈക്കോടതി സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം, WCC ചെയ്യേണ്ടിയിരുന്നത്, ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ടും ഇവിടെ നിന്ന് വസ്തുതകൾ അല്ലെങ്കിൽ എന്തോ വാർത്തകൾ ചോർന്നിട്ടുണ്ട്, അത് SIT അത് ചെയ്യേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ടത് ഹൈക്കോടതിയിലായിരുന്നു. ഗവൺമെന്റിന് ഇതിനകത്ത് തലയിടാൻ യാതൊരു അവകാശവുമില്ല. ഗവൺമെന്റിന് ഇത്രയും എൻഷുർ ചെയ്യാൻ പറ്റൂ. ഞാൻ എന്റെ സംശയം താങ്കളുടെ മുന്നിൽ അവതരിപ്പിച്ചത് ഈ നിലയിലാണ്. അതായത് ഇത് SITക്ക് ഈ കേസ് ഫയൽ അതല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൈമാറിയതിന് ശേഷമാണ് ഇതിലെ വിവരങ്ങൾ ചോർന്നത് എന്ന നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയുമോ? അതിനു മുൻപ് തന്നെ ഇത് ഏതാണ്ട് ഈ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ട ചില വിവരങ്ങൾ അറിയാതെ തന്നെ ഡിലീറ്റ് ചെയ്യാതിരിക്കുകയും അതിൽ കൂടുതൽ ചില വിവരങ്ങൾ സർക്കാർ ഡിലീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്ന ആരോപണം നിലനിന്നിരുന്നതാണ് ഈ കേസിൽ, താങ്കൾക്കറിയാം. അതുപോലെ തന്നെ ഇതിലെ പല വിവരങ്ങളും നേരത്തെ ചോർന്നു പോയത് കൊണ്ടാണ് 4.5 വർഷക്കാലം ഒരു വിത്തൗട്ട് എനി ആക്ഷൻ അത് സർക്കാരിൻ്റെ മേശപ്പുറത്തിരുന്നത് എന്ന വിമർശനവും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഈ റിപ്പോർട്ട് കൈമാറിയ ശേഷം സംഭവിച്ചതാണ് ഈ വിവര ചോർച്ച എന്ന നിഗമനത്തിൽ എത്താൻ കഴിയുക? SITക്ക് വേണമെങ്കിൽ കൈമലർത്തിക്കൂടെ കോടതിയിൽ, വീണ്ടും ഈ കേസ് കോടതിയിലേക്ക് എത്തുകയാണെങ്കിൽ?
SITയുടെ ബാധ്യതയാണ് SIT ഏൽപ്പിച്ചതിന് ശേഷം അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതിലെ റിപ്പോർട്ട് മുഴുവനായിട്ട് ഗവൺമെന്റ് വേറൊരാൾക്ക് കൊടുക്കാൻ ബാധ്യതയില്ല. റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് റിഡാക്ട് ചെയ്ത പോർഷൻ ആണ് നമുക്ക് പബ്ലിക്കായി റിവീൽ ചെയ്തത്. ഇൻഫർമേഷൻ കമ്മീഷന്റെ ഓർഡർ വന്ന ശേഷം ഗവൺമെന്റ് പബ്ലിക്കായിട്ട് പൊതുക്ക് കാണുന്ന രീതിയിൽ സമർപ്പിച്ചത്, ഹൈക്കോടതിയിൽ വന്നത് ഒക്കെ ആ കുറച്ച് പോർഷൻസ് റിഡാക്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ SITയുടെ കയ്യിലോട്ട് ഹൈക്കോടതി കൊടുത്തത് മുഴുവൻ റിപ്പോർട്ടാണ്. അതിനുശേഷം നടന്ന കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ വാർത്ത വന്നു എന്ന് പറയുന്നത് ഇതിന് ശേഷം നടന്ന ഒരു സംഭവമല്ലേ? ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഹൈക്കോടതിയുടെ ഓർഡറിന് ശേഷം SIT അന്വേഷണം തുടങ്ങിയതിന് ശേഷമുള്ള ഒരു വാർത്തയാണല്ലോ. അപ്പോൾ ചോർച്ച നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിനുശേഷമാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിനു മുമ്പുണ്ടായ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാകാനുള്ള സാധ്യതകളില്ലല്ലോ. കാരണം ന്യൂസ് ഇപ്പോഴല്ലേ വന്നിരിക്കുന്നത്. ഞാൻ എന്താണ് എക്സാക്ട് ന്യൂസ് എന്നുള്ളത് കണ്ടിട്ടില്ല. പക്ഷേ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, SITക്കുള്ള ചുമതലയിൽ നിന്ന് അവർക്ക് കൈയൊഴിയാനാവില്ല, അത് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കേണ്ടി വരും. രണ്ട്, ഇതിനകത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ ഗവൺമെന്റിന് യാതൊരു അധികാരവുമില്ല. ഹൈക്കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് എന്താണ് റെസ്ട്രിക്ഷൻ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് മാധ്യമങ്ങൾ പെരുമാറുന്നുണ്ടോ ഇല്ലയോ എന്ന് കോടതിയിലാണ് പറയേണ്ടത്. ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബോധിപ്പിക്കേണ്ടത് കോടതിയിലാണ്. ഗവൺമെന്റിനെ അത് പുറകിൽ നിന്ന് കൊണ്ടുവന്ന് ഇടപെടിക്കുകയാണെങ്കിൽ അത് ഈ ആടുകൾ തമ്മിലുള്ള യുദ്ധത്തില് കുറുക്കനെ കൊണ്ടുവന്നത് പോലെ ഒരു അവസ്ഥയായിരിക്കും. കൂടിയുണ്ട് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ നമ്മുടെ ഈ പാനലിസ്റ്റ്. ശ്രീ സജി നന്ദിയാണ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. ഇതൊരു വാർത്താ ആക്രമണം എന്നാണ് റിപ്പോർട്ടർ ചാനൽ ചില വിവരങ്ങൾ പുറത്തുവിട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ WCC മുഖ്യമന്ത്രിക്ക് എഴുതിയ തുറന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിജീവിതകളുടെ സ്വകാര്യതയെ ഇല്ലാതാക്കുന്ന ഈ വാർത്താ ആക്രമണത്തെ തടയണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശ്രീ സജി നന്ദിയാട്, താങ്കളെ പോലുള്ളവർ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഇടവേളയ്ക്ക് ശേഷം താങ്കളിലേക്ക് വരാം. ശ്രീ സജി നന്ദിയാട്ട്, റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ചില വിവരങ്ങൾ, അത് ഈ മൊഴി നൽകിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹേമയ്ക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ള അതിജീവിതകളെ, അവരെ മനസ്സിലാക്കാൻ, അവരാരാണെന്ന് തിരിച്ചറിയാൻ പാകത്തിലുള്ള സൂചനകൾ അതിനകത്തുണ്ട് എന്നതാണ് WCC മുഖ്യമന്ത്രിക്ക് എഴുതിയിരിക്കുന്ന തുറന്ന കത്തിലെ പ്രധാനപ്പെട്ട അവരുടെ കൺസേൺ, അവരുടെ ആശങ്ക. അത് മാത്രമല്ല, കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും, താങ്കൾ ഈ വാചകങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ കത്തിലുള്ളതാണ്, കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങളെ ഇത് സംശയാസ്പദമാക്കിയിരിക്കുന്നു. പുറത്തുവിടുന്ന വിവരങ്ങൾ, മൊഴി കൊടുത്തവർ ആരാണ് എന്ന് പുറം ലോകത്തിന് തിരിച്ചറിയാൻ പാകത്തിലാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടും അതിജീവിതകൾ ആരാണ് എന്ന് തിരിച്ചറിയാൻ പാകത്തിലുള്ള വിവരങ്ങൾ ഒരു മാധ്യമത്തിലൂടെ പുറത്തു വരുന്നു. മാത്രമല്ല, ഈ റിപ്പോർട്ട് ആരുടെയൊക്കെ കൈവശമുണ്ടോ അവരിൽ നിന്ന് ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ നിന്ന് ഇതിലെ വിവരങ്ങൾ ചോർന്നു പോകുന്നു എന്നത് ആശങ്കയുണ്ടാക്കുന്നു എന്നതാണ്. ഈ ആശങ്ക, WCCയുടെ ഈ ആശങ്കയും സർക്കാരുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അവരുടെ കത്തുമൊക്കെ ന്യായമായ ഒന്നല്ലേ? പിന്നെ ഗോപികൃഷ്ണൻ, ഞാൻ പറയുന്നത് വ്യക്തിപരമാണ്. നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വരുന്നതിന് 2-3 ദിവസം മുമ്പ് നമ്മളെല്ലാ ചാനലും ഞാനും ചർച്ചയ്ക്ക് പോകാറുണ്ട്, നിങ്ങളും ചർച്ച നടത്താറുണ്ട്. 2-3 ദിവസത്തേക്ക് മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഹേമ കമ്മിറ്റിയിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് രാത്രിയിൽ ബഹുമാനായ ശ്രീ ആഷ്മിയായുള്ള ചർച്ചയിൽ ഞാനിത് ചോദിച്ചിരുന്നു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളതാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ വളരെ മോശമായ രീതിയിൽ, വളരെ വിമർശനാത്മകമായി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളർമാർ എന്നെ മോശപ്പെട്ട രീതിയിലൊക്കെ വളരെ ട്രോളുകയും ചെയ്തു. ഞാൻ അന്നും പറയാറുണ്ട്, ഞാൻ ആദ്യ സമയത്ത് കയ്യടിക്ക് വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കാറില്ല. ആ ക്ലൈമാക്സിൽ കയ്യടി കിട്ടാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഞാൻ കയ്യടിക്ക് ചർച്ചയിൽ പങ്കെടുക്കാറില്ലാത്തതുകൊണ്ട് ഉള്ളതുപോലെ പറയും. ഇവിടെ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ പത്മനാഭൻ പറയുന്നു, മാധ്യമങ്ങൾ അവിടെ നിരപരാധികളാണ്, മാധ്യമങ്ങൾക്ക് ഒരു പങ്കും ഇക്കാര്യത്തിലില്ല. അദ്ദേഹം കരുതുന്നത് SITയിൽ നിന്നും ഇത് ചോർന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആശങ്ക എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് SIT എന്നല്ല. ഇപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞു റിപ്പോർട്ടർ ചാനൽ. ഞാൻ ഈ ദിലീപ് ചർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള റിപ്പോർട്ടർ ചാനലിലാണ്. റിപ്പോർട്ടർ ചാനലിൽ ദിലീപ് ചർച്ചയുമായി പോകുമ്പോൾ ഈ ചാനലിൽ പലപ്പോഴും കോടതിയിൽ പ്രതിവാദങ്ങളെ കുറിച്ച് ഒരു ചാനലുകാർക്കും കിട്ടാത്ത പലതും ഇവർക്ക് കിട്ടാറുണ്ട്. ഇവർക്ക് അതിനൊരു സോഴ്സ് ഉണ്ട്. ഞാനത് അന്നത്തെ എന്താ പറയുക നമ്മുടെ
ചർച്ച നയിച്ച ശ്രീ നികേഷോടൊക്കെ ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? അത് ഞങ്ങളുടെ രീതി ആരോടും പറയില്ല, അത് ഞങ്ങൾ അതിൻ്റെ സോഴ്സ് ഉണ്ടെന്ന് അദ്ദേഹം അന്ന് മറുപടി പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ എന്തൊക്കെ ദുരൂഹതയുണ്ട്. കാരണം ഈ റിപ്പോർട്ട് വെളിയിൽ വന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ട്, ഒരു സംശയം വേണ്ട. പിന്നെ പ്രസവ വാർഡിന് ബ്രാക്കിൽ സ്ത്രീകൾ എഴുതേണ്ട കാര്യമില്ല. അവർ WCC പറഞ്ഞ വളരെ കറക്റ്റാണ്. പ്രസവ വാർഡിന് ബ്രാക്കിൽ സ്ത്രീകൾ എഴുതണ്ട എന്ന് പറഞ്ഞതുപോലെ ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് സിനിമ അറിയാവുന്ന സാമാന്യ ബോധമുള്ള ജനത്തിന് മനസ്സിലാകുന്ന രീതിയിലാണ് വാർത്തകൾ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു നിഗമനം അതാണ്. SIT നിന്നല്ല, അത് വളരെ റീസെൻ്റ് ആയിട്ടാണ് അവർ അതിൽ കിട്ടിയിരിക്കുന്നത്. ഇതിന് മുമ്പ് തന്നെ 4.5 വർഷം ഗോപികൃഷ്ണൻ അത് പരാമർശിക്കുകയും ചെയ്തു. 4.5 വർഷമായിട്ട് ഇരിപ്പുണ്ട് കയ്യിൽ. അപ്പോൾ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതിയായിരിക്കണം. ഇപ്പൊ മരുമോള് കുത്തിയാലും അമ്മായിമ കുത്തിയാലും അരി വെളുത്താൽ മതി എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുകയും വേണം. എന്നാൽ ഇതില് ചില കാര്യങ്ങളിൽ പേര് വെളിയിൽ വരാൻ പാടില്ല. അത് കറക്റ്റാണ്. പ്രശാന്ത് അദ്ദേഹം പറഞ്ഞത്, അഡ്വക്കേറ്റ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ ആരോപണ വിധേയർ ആരാണോ, അവർ വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണ വിധേയർക്ക് ആളെ അറിയാം എന്ന് ആളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എങ്കിലല്ലേ അവർക്ക് തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ, തങ്ങൾക്ക് നേരെ വന്ന ആരോപണം സത്യസന്ധമാണോ അല്ലയോ എന്ന് പറയാനും അത് തെളിയിക്കാനും സാധിക്കുകയുള്ളൂ. ഇവിടെ WCC പറയുന്നതിനോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പില്ല. കാരണം എന്താണ്, അവർ ആരോപണം ഉന്നയിക്കുകയാണ്. അവർ പല മൊഴികളും അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ തന്നെയും പിന്നെ അത് വെളിയിൽ വരരുത് എന്ന് പറയുമ്പോൾ ആ പേര് ലൈംഗികപരമായ കാര്യങ്ങളോ സെക്സ്വൽ ഹറാസ്മെന്റോ അല്ലെങ്കിൽ പേര് വെളിയിൽ വരുന്നതിൽ കുഴപ്പമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാം സെക്സ്വൽ ഹറാസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ സെക്സ്വൽ ഹറാസ്മെന്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും അത് കൂടുതൽ സെൻസേഷൻ ആകുന്നത്. ബാക്കി കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം എപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്ന ആളല്ല. അത് സമഗ്രമായ റിപ്പോർട്ടല്ല. കാരണം ഇതിനേക്കാൾ എത്രയോ നല്ല റിപ്പോർട്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ കാരണം എന്താണ്, സെക്സ്വൽ ഹറാസ്മെന്റോ അല്ലെങ്കിൽ സെക്സ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഹേമ കമ്മിറ്റി ഇന്ന് നമ്മുടെ പൊതുമത്തിൽ ചർച്ചയായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതിനുശേഷം ഹേമ കമ്മിറ്റിക്ക് ശേഷം വന്ന ചില വെളിപ്പെടുത്തലുകളുണ്ട്. ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ ഇതൊന്ന് കലങ്ങി മറിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. അല്ല ശ്രീ സജീവൻ ചേട്ടാ, അതിനകത്തൊരു ചെറിയ കാര്യം, അതായത് സിനിമ ഈ ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വരാൻ അവർക്കൊരു അവസരം കിട്ടാൻ വേണ്ടി സ്വന്തം ശരീരം ഇത് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത്തരം സെക്ഷൽ ഹാരാസ്മെന്റ് കേസുകൾ, അത് ഇപ്പൊ താങ്കൾ പറഞ്ഞു സെൻസേഷനിലാണ്, സെൻസിറ്റീവാണ്, അതുകൊണ്ടാണ് ഇതിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത്. അതൊക്കെ ഉണ്ടാകാം, അതൊക്കെ ഘടകമാകാം. അത് ഏറ്റവും പരമപ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? അതല്ല എന്ന് എന്തുകൊണ്ടാണ് താങ്കൾക്ക് തോന്നുന്നത്? അതായത് നമ്മൾ പറയുന്ന ജെൻഡർ ഇക്വാളിറ്റി, ജെൻഡർ റൈറ്റ്സ് ഒക്കെ നിലനിൽക്കേണ്ട എല്ലാ മേഖലയും പോലെ തന്നെ ചലച്ചിത്ര മേഖലയിലും ഇത് വളരെ കൊടിയ, ഇപ്പോൾ അതിനകത്ത് ഹേമ കമ്മിറ്റിയിലെ ഒരു നിരീക്ഷണം പോലും ഞാൻ മനസ്സിലാക്കുന്നത് മറ്റെല്ലാ മേഖലകളിലും തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഇത്തരം സ്ത്രീകൾ ഇത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ സിനിമയിൽ ആ മേഖലയുടെ ഭാഗമാകുന്നതിന് മുൻപ് തന്നെ അവർ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നു എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇത് പരമപ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ സമൂഹം? ഗോപികൃഷ്ണൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മുടെ നിർഭാഗ്യവശാൽ, ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, നിർഭാഗ്യവശാൽ നമ്മുടെ ചാനലുകളിൽ സെക്സ്വൽ ഹറാസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. അവിടെയാണ് പ്രശ്നം. മറ്റു കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? മയക്കുമരുന്നിനെ കുറിച്ചല്ലേ? ഈ മയക്കുമരുന്നിനെ കുറിച്ച് എത്ര ചാനലുകാർ മലയാളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്? അപ്പൊ ഗോപികൃഷ്ണൻ ഇത് തന്നെ പറയുകയാണ്, സെക്സ്വൽ ഹറാസ്മെന്റിനെ കുറിച്ച് മാത്രമാണ് ചാനലുകൾ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് മയക്കുമരുന്നിനെ കുറിച്ച്. ശ്രീ സജീവൻ, ഞാൻ ആ പോയിന്റിലേക്ക് വരാം. എനിക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സെക്ഷൽ ഹറാസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്, അതുമായി ബന്ധപ്പെട്ട ധാരാളം പരാതികൾ ആ ഹേമ കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങളെ തുടർന്ന് ധാരാളം ഈ വനിതാ ചലച്ചിത്ര പ്രവർത്തക അവരുടെ നീണ്ട നിര പുറത്തു വരികയും അവർ പല വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായി എന്നുള്ളതാണ്. താങ്കൾക്ക് താങ്കളുടെ വാദം പറയാം. ഒരു നിമിഷം ഞാൻ വരാം. ശ്രീമതി രഞ്ജുനി ചലച്ചിത്ര നടി നമ്മളോടൊപ്പം ഉണ്ട്. മാഡം, ഗുഡ് ഈവനിങ്. മാഡം, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ചാനൽ പുറത്തുവിട്ട വിവരങ്ങൾ, അതിൽ എന്തൊക്കെ, ഇപ്പോൾ താങ്കൾ തന്നെ കോടതിയെ സമീപിച്ചത്, ഇതിലെ അതിജീവിതകൾ നൽകിയിരിക്കുന്ന മൊഴികൾ, അതിൻ്റെ രഹസ്യ സ്വഭാവം, അവരുടെ സ്വകാര്യത, ഇത് സംരക്ഷിക്കപ്പെടുമോ എന്നുള്ള ആശങ്ക കൊണ്ടാണല്ലോ താങ്കൾ തന്നെ കോടതിയെ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ചില മാധ്യമങ്ങൾ
ഒരു മാധ്യമം അതിന്റെ ചില വിവരങ്ങൾ പുറത്തുവിടുന്നു. അതിനെതിരെ WCC ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു. ഇത് എവിടെ നിന്ന് ചോർന്നു പോയി കാണും എന്നതിലാണ് നിങ്ങൾക്ക് ആശങ്കയുള്ളത്? എവിടെയാണ് ഇതിൽ നിയമലംഘനം നടന്നിരിക്കുന്നത്? ഓക്കെ, ആദ്യം ഞാൻ പുറത്ത് വിടണ്ടാന്ന് ഞാൻ പറയുന്നില്ല. എന്റെ പെറ്റീഷൻ നിങ്ങൾ വായിച്ചിരുന്നെങ്കിൽ പുറത്ത് വിടണമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൺസെന്റ് ഫോം സൈൻ ചെയ്ത വ്യക്തികളാണ്. അപ്പോ അത് കാരണം കൊണ്ട് ഈ പബ്ലിക്കേഷൻ പുറത്ത് വിടുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് കാണിക്കണം. അതായത് ഇൻ മൈ കേസ് എസ്പെഷ്യലി എന്റെ കേസിൽ ഇതുവരെ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു കോപ്പിയും അവർ തന്നിട്ടില്ല. അത് ഒന്ന്. സെക്കൻഡ് തിങ് ഇസ് ആ അൺഎഡിറ്റഡ് വേർഷൻ ഇന്റെ റിപ്പോർട്ടിൽ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതിൽ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തപ്പെട്ടോ ഇന്നും എനിക്കറിയില്ല. അന്ന് ഞാൻ പോയി എന്റെ മൊഴി കൊടുത്തപ്പോ എനിക്കത് അറിയണ്ടേ, അത് ആ സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് ആയിട്ട് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? അവിടെ ഒരു സംശയമുണ്ട് എനിക്ക്. പ്ലസ് ഞാൻ പറഞ്ഞ വേർഷൻസ് റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടോ? ആൻഡ് തേർഡ് തിങ് ഈസ് ആ റിപ്പോർട്ടിൽ തന്നെ അൺഎഡിറ്റഡ് വേർഷനിൽ തന്നെ എന്റെ കാര്യങ്ങൾ അവിടെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ? ഇത് മൂന്നുമാണ് ഞാൻ കോടതിയിൽ ചോദിച്ചത്. ഇത് ചോദിച്ചിട്ട് ഇതെല്ലാം ശരിയാണെങ്കിൽ നമുക്കത് റിഡക്റ്റഡ് വേർഷനിൽ പോയി അത് പബ്ലിഷ് ചെയ്യണമെന്നാണ് എന്റെ പ്രയറിലും കറക്റ്റ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ 16th പെറ്റീഷൻ കൊടുത്തത്. ബട്ട് അന്ന് കോൺക്ലേവ് ഇരുന്ന കാരണം കൊണ്ട് എന്റെ കേസ് പോസ്റ്റഡ് ടു 19th of August, വിച്ച് ഈസ് എ മൺഡേ. പക്ഷേ ഇതിൽ വളരെ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ അന്ന് തന്നെ കുറെ മാധ്യമങ്ങൾ അത് ചോദിച്ചേ ഇല്ല. 18th August എൻ കയ്യിൽ തെളിവുണ്ട്. 18th August ഈ റിപ്പോർട്ടർ ചാനൽ തന്നെ വെല്ലുവിളി ഇട്ടു ടു ദ ഗവൺമെന്റ്. നാളെ ഇത് പുറത്ത് വന്നില്ലെങ്കിൽ ഞങ്ങൾ കയ്യിൽ ഈ റിപ്പോർട്ടുണ്ട്, ഒന്നൊന്നായി ഞങ്ങൾ പുറത്തു വിടുമെന്ന് 18th August അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എന്ത് കാരണം കൊണ്ട് നിങ്ങൾ മീഡിയസ് അത് എടുത്തില്ല? എന്റെ കേസ് 19th വാദിക്കുമ്പോ എനിക്ക് സമയം കോടതി 3 o'clock വரைക്കും കൊടുത്തിരുന്നത്. ദാറ്റ് ഐ ഷുഡ് അപ്രോച്ച് എ സിംഗിൾ ബെഞ്ച്. ഓക്കെ, 3 മണി എനിക്ക് സമയം ഉണ്ടായിട്ടും പെട്ടെന്ന് 2:30 ഈ പ്രഷർ എവിടെ നിന്നാണ് വന്നത്? ഗവൺമെന്റ് പെട്ടെന്ന് 2:30 അത് റിലീസ് ചെയ്യണമെന്ന്. ബിക്കോസ് ഇങ്ങനത്തെ ചാനൽസ് ത്രൂ ആണ് ഇവര് സൺഡേ രാത്രി ഇങ്ങനെ ഇത് സ്ക്രോൾ ഇട്ടും പിന്നെ ഡിബേറ്റും നടത്തി. ഇത് തിങ്കളാഴ്ച പുറത്ത് വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒന്നൊന്നായിട്ട് ഈ റിപ്പോർട്ടിൽ ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ കയ്യിലുണ്ട്, അത് പുറത്തേക്ക് വിടുമെന്ന്. സോ ഇത് നേരത്തെ ഇത് SIT ത്രൂ ലീക്ക് ആയിട്ടില്ല. ഇതിക്ക് മുമ്പേ ലീക്ക് ആണ് സംഭവമാണ് ഇത്. ദാറ്റ് ഈസ് ഐ തിങ്ക് 19th ഈ ജസ്റ്റിസ് മാം നമ്മളുടെ ഗവൺമെന്റ് കൊടുത്തു. ആൻഡ് ഒബ്വിയസ്ലി അത് ഒരു കോൾഡ് സ്റ്റോറേജില് ആ പീരിയഡിൽ തന്നെ ഇത് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഇത് പോയിട്ടുണ്ട്. അതായത് അൺഎഡിക്റ്റഡ് വേർഷൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. പിന്നെ 2022 തോന്നുന്നു, അല്ലെങ്കിൽ 23 നിങ്ങളുടെ ആർക്കൈവ്സിൽ നിങ്ങൾ നോക്കൂ. അവിടെ ഈ ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് സ്റ്റഡി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 3 അംഗം ബെഞ്ച് ഗവൺമെന്റ് ഒരു ഇത് തീരുമാനിച്ചു തോന്നുന്നു. ഓക്കെ, അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ ഇത് ഓൾറെഡി ബസ്റ്റഡ് ആണ് ഞാൻ പറയുന്നത്. ഈ റിപ്പോർട്ട് ഹാസ് ബീൻ ടാർണിഷ്. അപ്പൊ എന്നെപ്പോലെ ആൾക്കാരെ കുറെ പേര് അവിടെ പോയി. ഞങ്ങൾ എന്ത് കാരണം കൊണ്ട് ഞങ്ങൾ അവിടെ പോയത്? ബിക്കോസ് ഇവിടെ ഒരു ട്രൈബ്യൂണൽ വരണം, ഒരു റിഡ്രസൽ വരണം. അതിക്ക് വേണ്ടിയല്ലേ പോയത്? ഇങ്ങനെ മസാല സ്റ്റോറീസ് പറയാനാണ് ഞങ്ങൾ അവിടെ പോയത്. ഇന്നും ഇപ്പോഴും നമുക്ക് ഒരു ഗ്രീവൻസ് സെൽ അഡ്രസ് ചെയ്യാൻ ഒന്നുമില്ല. പിന്നെ അവിടെ ഐ തിങ്ക് സജി നമ്പ്യാർ പറയുന്നു ICC വേസ്റ്റ് ഓഫ് ടൈം. ഞാൻ ഇപ്പോഴും ICCക്ക് അഗെയിൻസ്റ്റ് ആണ്. എന്ത് കാരണം കൊണ്ട് ആരും അവിടെ പോകുന്നില്ല? ബിക്കോസ് നമ്മള് പ്രൊഡക്ഷനിൽ ഇരിക്കുന്ന ആൾക്കാരെ തന്നെ അതിലേയും ഉണ്ട്. സോ ഇത് ഫിലിം ഇന്റർഫിയറൻസ് ഇല്ലാതെ ഒരു ട്രൈബ്യൂണൽ ആണ് വരേണ്ടത്. ആൻഡ് ഇറ്റ് ഇറ്റ്സ് ടൈം. ഇപ്പൊ നോക്കൂ, SIT പ്രോബ് ഇട്ടിട്ടിരിക്കുന്ന സമയം ഇന്ന് തന്നെ കുറെ കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. ഈസ് ദിസ് ദ റൈറ്റ് വേ? എനിക്ക് ഇവിടെ ഒരുപാട് സംശയങ്ങൾ ഫ്രോം ദ ബിഗിനിങ്. അത് കാരണം കൊണ്ടാണ് ഞാൻ കോടതിയിൽ പോയത്. ഞാൻ എന്ത് കാരണം കൊണ്ട് എന്റെ പൈസ ഇട്ടിട്ട് ഞാൻ കേസുക്ക് മേലെ കേസ് ഇടുന്നേ? Because I want justice for the female of cinema. രഞ്ജിനി മാഡം, ഞാൻ ചോദിക്കുന്നത് അതാണ്. അതായത് ഇപ്പോൾ മാഡം പറയുന്നത് ഈ ഓഗസ്റ്റ് 18 തന്നെ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞു സർക്കാർ പുറത്തുവിട്ടില്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഞങ്ങൾ പുറത്തുവിടും.
എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ അത് അന്വേഷിച്ചില്ല എന്നാണല്ലോ. അതായത് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അപ്പോൾ തന്നെ ആ ചാനലിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്ന് താങ്കൾ സംശയിക്കുകയാണ്. മാത്രമല്ല അതുകൊണ്ട് SITയുടെ ഭാഗത്ത് നിന്നല്ല ഇത് ചോർന്നിരിക്കുന്നത് എന്ന ഒരു കൺക്ലൂഷനിലേക്കും താങ്കൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അതിജീവിതകളുടെ മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് കോടതി പറഞ്ഞത് പാലിക്കപ്പെടില്ല എന്ന ആശങ്കയാണോ താങ്കൾക്കുള്ളത്? അതല്ലേ ഞാൻ കോടതിക്ക് പോയത്. ഞാൻ ഓഗസ്റ്റിൽ പോയത് കാരണം ഇത് കാരണം കൊണ്ടല്ലേ. ബിക്കോസ് ഐ വാസ് ആന്റിസിപ്പേറ്റിംഗ് ദിസ്. ഇത് എന്തായാലും വരുമെന്ന്. അപ്പൊ നമുക്ക് ഒരു സുരക്ഷ ഇല്ലല്ലോ, റൈറ്റ്? അപ്പോ ഇത് ഇപ്പൊ മെസ്സപ്പ് ആക്കിയത് ആരാ? ഗവൺമെന്റ് അല്ലേ. ആദ്യം ഓക്കെ, ഇനിയും 18th അങ്ങനെ ഒരു സംഭവം ഒരു ചാനൽ അങ്ങനെ എന്താ പറയാ ചാലഞ്ച് ചെയ്യുമ്പോ ഗവൺമെന്റ് ഷുഡ് ഹാവ് ടേക്കൺ കോഷൻ. അവര് ആ ചാനലിക്ക് തന്നെ അല്ലെങ്കിൽ ഒരു റിലീസ് ചെയ്യണം, സ്റ്റേറ്റ്മെന്റ് റിലീസ് ചെയ്യണം. ലൈക്ക് ഇനി ആരെങ്കിലും ഈ റിപ്പോർട്ടെ കുറിച്ച് പുറത്ത് വിടുന്നെങ്കിൽ ഞങ്ങൾ സീരിയസ് ഒരു ഗാഗോടെ ഇടേണ്ടതല്ലോ. എന്ത് കാരണം കൊണ്ട് ഗവൺമെന്റ് അത് ചെയ്തില്ല? അപ്പൊ മൊത്തത്തില് ഇത് ടോട്ടലായിട്ട് അട്ടർ ഫെയിലിയർ ആണ്. അപ്പൊ പീപ്പിൾ ലൈക്ക് മീ വി ഹാവ് ബീൻ അഫക്റ്റഡ്. അപ്പൊ ഇത് എവിടെ പോയി ഞങ്ങൾ പരാതി കൊടുക്കും? ദിസ് ഈസ് എ ലാഫിംഗ് സ്റ്റോക്ക് അല്ലേ. നമുക്ക് പ്രൊട്ടക്ഷനും ഇത് കോൺഫിഡൻഷ്യാലിറ്റി, പിന്നെ എന്തിനാ ഈ ഹിയറിംഗ് വെച്ചത് ഇത്രയ്ക്ക് അഷ്വറൻസ് തന്നിട്ട് നമുക്ക്? അപ്പൊ ഇത് സീരിയസ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് അല്ലേ, വയലേഷൻ. പിന്നെ ഈ വുമൻ കമ്മീഷൻ എന്താ ചെയ്യുന്നത്? ഉറങ്ങാനോ? അട്ടർ ഫെയിലിയർ ഓഫ് ദി ഗവൺമെന്റ് സിസ്റ്റംസ് എന്നാണോ? അതെ, കറക്റ്റ് അല്ലേ. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇത് ഭംഗിയായിട്ട് ഗവൺമെന്റ് ഭംഗി രീതിയിലാണ് നന്നായിട്ട് ചെയ്തത്. ബിക്കോസ് ആദ്യം ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു സംഭവം അവര് തയ്യാറെടുത്തു, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഞാൻ അത് ഹൈലി ഐ കോൺഗ്രാറ്റുലേറ്റ് ദ ഗവൺമെന്റ്, ഐ സ്റ്റാൻഡ് വിത്ത് ദ ഗവൺമെന്റ്. പക്ഷേ ഇത് അന്ന് തന്നെ ഞാൻ ഒരു ഇതിൽ പറഞ്ഞപ്പോ ഐ റേസ് ദിസ് ക്വസ്റ്റ്യൻ. അതായത് എല്ലാ പാർട്ടിസിപ്പൻസ്ക്കും ഈ സ്റ്റേറ്റ്മെന്റും ഈ റിപ്പോർട്ടും അൺഎഡിറ്റഡ് വേർഷൻ കൊടുത്ത് നമ്മളെല്ലാവരും തീരുമാനിച്ചിട്ട് ഓക്കേന്ന് പറഞ്ഞ ശേഷം അത് റിഡക്ട് ചെയ്തിട്ട് വേർഷൻ പുറത്തിടുന്നു. ഇത് ചോദിച്ചിരുന്നു. പക്ഷെ ആരും അത് എന്റർടൈൻ ചെയ്തിട്ടില്ല. 13th August ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് വരുന്നു. RTI ആണ് വലുത്, അത് കാരണം കൊണ്ട് ഹാവ് ടു റിലീസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പോയി കോടതിയിൽ പോയി വാദിക്കുന്നു. ബിക്കോസ് ഇത് എന്റെ പ്രിവസി മാറ്റർ ആണ്, ഞാനൊരു സെക്കൻഡ് പാർട്ടിയാണ്. എന്നിട്ടും ഇങ്ങനെ സൺഡേ എന്റെ കേസ് മൺഡേ വരുന്നു ഹിയറിംഗ്. സൺഡേ ഈ ചാനൽ തന്നെ ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തി. അപ്പോ മൺഡേ വേറെ നിവൃത്തിയില്ലാതെ ഗവൺമെന്റ് ഹാവ് ടു റിലീസ് ഇറ്റ്. ബിക്കോസ് ഇത് റിലീസ് ചെയ്തില്ലെങ്കിൽ ഈ ചാനൽ പുറത്ത് ഇന്ന് നടന്ന സംഭവം അന്ന് നടന്നാണ്. മനസ്സിലായോ? അതായത് രഞ്ജിനി മാഡം, താങ്കൾ പറയുന്നത് SITയിൽ നിന്നല്ല ഇത് ചോർന്നിരിക്കുന്നത്, സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചയാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇതിന് മുൻപ് തന്നെ ഈ വിവരങ്ങളൊക്കെ ചോർന്നു പോയിട്ടുണ്ട് എന്നാണല്ലോ. എന്ന് പറഞ്ഞാൽ ഇത് സർക്കാർ സംവിധാനങ്ങളുടെ ഏത് തരത്തിലുള്ള വീഴ്ച? ആരെങ്കിലും ഇപ്പോ മന്ത്രിസഭയിലെ അംഗത്തിന് ഇതറിയാം, അല്ലെങ്കിൽ ഭരണപക്ഷത്ത് ഒരു MLA ചലച്ചിത്ര താരമുണ്ട്, ഇവരിലൂടെയൊക്കെ ഇത് ചോർന്നു പോയിട്ടുണ്ടാകാം, അതുകൊണ്ട് സർക്കാർ ഒരു ആക്ഷനും എടുത്തില്ല എന്നൊക്കെയാണോ താങ്കൾ സംശയിക്കുന്നത്? അത് എനിക്കറിയില്ല. ബട്ട് ഈ ചാനലിനെ കുറിച്ചാണ് ഞാനിപ്പോ പറയുന്നത്. 18th എങ്ങനെ അങ്ങനത്തെ ഒരു ചാനൽ ഭീഷണിപ്പെടുത്തിങ്കിലേ ഗവൺമെന്റ് ഷുഡ് ഹാവ് ഗിവൻ എ ഗാഗ് ഓർഡർ അല്ലേ മീഡിയക്ക്. ഇനി ഒരു കേസ് മൺഡേ വരുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കുന്ന ഒരു സർക്കുലർ ഇറക്കിയാൽ എന്ത്? അവിടെയല്ലേ ഫെയിലിയർ ആയത്. ഞാൻ പറയുന്നത് സൺഡേ 18th August അന്നാണ്, ആ ഡേറ്റ് ആണ്. എനിക്ക് തെളിവുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് ഞാൻ ഗോപിക്ക് അയക്കാം ആ വാട്സാപ്പ്. ബിക്കോസ് ഐ ടേക്കൻ ദ സ്ക്രീൻഷോട്ട്. അങ്ങനെ ഒരു മീഡിയ ചാലഞ്ചിങ് മീൻസ് അപ്പൊ അവർ കയ്യിൽ എത്രയ്ക്ക് ഈ അൺഎഡിറ്റഡ് വേർഷനോ അല്ലെങ്കിൽ റിഡാക്റ്റഡ് വേർഷൻ വാട്ട് എവർ ദേ വാണ്ട് ടു കോൾ ഇറ്റ്, അതായത് പബ്ലിഷ് ചെയ്തതിന് മുമ്പാണ് പറയുന്നത്. ദ ഈഫ് ഓഫ് ദ പബ്ലിക്കേഷൻ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പോയിന്റ് അല്ലേ ഞാൻ പറയുന്നത്. ഇപ്പോ ഇത് ഒരു ടെറിഫൈങ് ഇവന്റ് ആണ്. അപ്പൊ മൺഡേ എന്റെ കേസ് അവിടെ വാദിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഗവൺമെന്റ് റിലീസ് ചെയ്യുന്നു. സോ സംതിങ് ഇസ് റോങ് സംവെയർ. അങ്ങനെയാണെങ്കിൽ രഞ്ജിനി മാഡം, WCC സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതുന്നതിന് പകരം കോടതിയെ സമീപിക്കുകയായിരുന്നില്ലേ വേണ്ടിയിരുന്നത്? അല്ല, ഞാനും പാർട്ട് ഓഫ് WCC. ഇന്ന് നമ്മൾ ചെയ്തത് നല്ല കാര്യമാണ്, ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഈ വീഴ്ച ഞാൻ പറയുന്നത് 19th August കാര്യമാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഞാൻ എന്ത് കാരണം കൊണ്ട് ഞാൻ കോടതി പോയത്, അതും
ഞാൻ പോന്ന ശേഷം ഒരുപാട് മീഡിയ അത് ഡെലിബറേറ്റ്ലി ആയിട്ട് മിസ്ഇന്റർപ്രേറ്റ് ചെയ്തു. നോട്ട് ഓൾ മീഡിയ, ചില മീഡിയ. അതായത് ഞാൻ ആരോടെയോ ദൂതായിട്ടാണ് പോന്നു, ലാസ്റ്റ് മിനിറ്റിൽ ഒരുപാട് ആൾക്കാർ ഇത് തടയാൻ ശ്രമിക്കുന്നു. അതിൽ ഒരാളാണ് രഞ്ജിനി. അങ്ങനെയും ചില ചാനൽസിൽ വന്നിരുന്നു. എനിക്ക് ഇത് അലാം ബെൽ അടിച്ച കാരണം കൊണ്ടാണ് ഞാൻ അവിടെ പോയത്. സോ ഇപ്പൊ എന്റെ സംശയം ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായല്ലോ ഇപ്പൊ ഞാൻ എന്ത് കാരണം കൊണ്ട് ഞാൻ കോടതിക്ക് പോയത്. റൈറ്റ്? ഇസ് ഇറ്റ് നോട്ട് റൈറ്റ്? ഇത് ഞാൻ നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്തതാണ്. ഞാൻ എനിക്ക് ഇന്ററിം ഓർഡർ കിട്ടും എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് പെട്ടെന്ന് ഗവൺമെന്റും റിലീസ് ചെയ്തത്. സോ ഇറ്റ്സ് ഓൾ എന്റെ കേസ് ഇൻഫ്രക്ഷ്യസ് ആയി. ബട്ട് എനിവേ ഐ ആം സ്റ്റിൽ ഫൈറ്റിംഗ് ഫോർ ദ ട്രൈബ്യൂണൽ. ഐ ആം സ്റ്റിൽ ഫൈറ്റിംഗ് ദാറ്റ് ഐ ഷുഡ് ഗെറ്റ് ദാറ്റ് കോൺസെന്റും ഒറിജിനൽ റിപ്പോർട്ട് കാണണമെന്ന് ഇന്നും ഞാൻ അതിക്ക് വേണ്ടി കോടതിയിൽ ഞാൻ കേസ് എഴുതുന്നു. ഞാൻ എന്ത് സ്വന്തം ചെലവിലെയാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് ഹാവ് ബീൻ റെക്കോർഡഡ് അതിനു വേണ്ടിയാണല്ലോ അല്ലേ? അതായത് യെസ്, അബ്സല്യൂട്ട്ലി. ഓക്കെ, എനിക്കറിയണ്ടേ. ഞാൻ അവിടെ വെച്ചിട്ട് ഒരു കോൺസെന്റ് ഒരു ഫോം സൈൻ ചെയ്തു. അപ്പോ അതിന്റെ സ്റ്റേറ്റ്മെന്റ്, ബിക്കോസ് ഇറ്റ്സ് എ സ്റ്റഡി റിപ്പോർട്ട്, ആദ്യത്തെ പാർട്ടിസിപ്പന്റ് ആണ് ഞാൻ. അപ്പോ ഒബ്വിയസ്ലി ഐ ഹാവ് ടു ഗിവ് ദം ടൈം ഓൾസോ, ബിക്കോസ് അവർക്ക് ഇത് ആദ്യമാണ് സിനിമ എന്താണ് അവർ അറിയില്ല. അപ്പോ ജസ്റ്റിസ് മാമിക്ക് ബിക്കോസ് അവർ വേറെ ഇതിലേ അല്ലേ. അപ്പോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, വേറെ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പൊ അവരുടെ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരു പ്രിപ്പറേഷൻ ആയിട്ട് അവർ കൊടുക്കുമല്ലോ. സോ ഐ വാസ് വെയിറ്റിംഗ്. എനിക്കത് കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ എന്ത് പറഞ്ഞിരിക്കുന്നു, ആ സ്റ്റേറ്റ്മെന്റിൽ എന്താ എഴുതിയിരിക്കുന്നു, എന്ത് ഒറിജിനൽ ആയിട്ട് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു, ഇതുവരെ എനിക്ക് അറിയില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ സ്റ്റിൽ ഐ എം ഫൈറ്റിംഗ് ദ കേസ്. മനസ്സിലായി മാഡം, അണ്ടർസ്റ്റുഡ്. അപ്പോൾ താങ്ക് യു വെരി മച്ച് രഞ്ജിനി മാഡം ഫോർ ജോയിനിങ് അസ്. താങ്ക് യു. ശ്രീമതി രഞ്ജിനിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് നേരത്തെ തന്നെ SIT നിന്നല്ല ഇത് ചോർന്നിരിക്കാൻ ഇടയുള്ളത്, അതിന് മുൻപ് തന്നെ ഈ വിവരങ്ങൾ ചോർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചാനൽ ഈ വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടില്ലെങ്കിൽ ഞങ്ങൾ പുറത്തുവിടുമെന്ന് പറയേണ്ടി വന്നത്. ആ ഘട്ടത്തിൽ പോലും സർക്കാർ ഇടപെട്ടില്ല. സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചയും പരാജയവുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ തനിക്ക് ആശങ്കയുണ്ട് എന്നാണ് നടി രഞ്ജിനി പറഞ്ഞത്. ഒരു ചെറിയ ഇടവേള കൂടി നമുക്ക് എടുക്കാം. ശ്രീ സജി നന്ദിയാട്ട് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ശ്രീ CR നീലകണ്ഠനും അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനും ഉണ്ടാകും. ഒപ്പം ഇടവേളയ്ക്ക് ശേഷം ശ്രീ സജി നന്ദിയാട്ട്, ഇവിടെ ശ്രീമതി രഞ്ജിനി പറഞ്ഞത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. SITയുടെ ഭാഗത്ത് നിന്നല്ല, അതിന് മുൻപ് തന്നെ വിവരങ്ങൾ ചോർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ചാനൽ ഞങ്ങൾ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് അന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ തന്നെ സർക്കാർ ഇടപെടണമായിരുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ ഒരു പരാജയം കൊണ്ടാണ് ഇതിപ്പോൾ ഈ നിലയിൽ എത്തിയതെന്നാണ്. അല്ല ഗോപികൃഷ്ണനെ, ഞാനിത് പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞത് ഞാനാണ്. ഞാൻ വലിയ മനുഷ്യനൊന്നുമല്ല, സാധാരണ മനുഷ്യനാണ്. ഇത് ചാനൽ ചർച്ചകളിൽ എല്ലാ ചാനലിലും ചർച്ചയ്ക്ക് പോകുന്ന ആളാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ ആഷ്മിയുടെ ചർച്ച എടുത്ത് നോക്ക്. അന്ന് ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. കാരണം നമുക്കറിയാം ഇവർ പറഞ്ഞ മൊഴികളെല്ലാം അതേപടിയാണ് തലേ ദിവസങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിലേതാണ് കൃത്യമായി കറക്റ്റായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഗോപികൃഷ്ണനോട് എനിക്കൊരു പരിഭവമുണ്ട് ഈ ചർച്ചയിൽ. കാരണം ശ്രീമതി രഞ്ജിനി പറയുന്ന പല കാര്യങ്ങളോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. ലോജിക്കായിട്ട് സംസാരിക്കുന്ന ആളാണ് രഞ്ജിനിയുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ നമ്മൾ അന്ന് പറഞ്ഞ റൈറ്റ് ആണെന്നും അത് കറക്റ്റ് ആണെന്നും ഞാൻ കൂടെ സപ്പോർട്ട് ചെയ്ത ആളാണ്. പക്ഷെ രഞ്ജിനി ഇവിടെ ഒരു ഡയലോഗ് അടിച്ചു. എന്താ ഡയലോഗ്? ICC വേസ്റ്റ് ആണെന്ന്. രഞ്ജിനി WCCയുടെ ഭാഗമാണ്. ഈ ICC വേസ്റ്റ് ആണെങ്കിൽ ഈ ICCയുടെ ഭാഗമായിട്ട് എന്തിനാ WCC ഇരിക്കുന്നത്? രഞ്ജിനിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ എന്നിട്ട് പറയുകയാണ് പ്രൊഡക്ഷനുള്ള ആൾക്കാരുണ്ട്. പിന്നെ എന്താണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്ന ഒരു വർക്ക് പ്ലേസ് ആണ് ഗോപികൃഷ്ണൻ. നിങ്ങളുടെ ചാനൽ അവിടെ ഒരു വർക്ക് പ്ലേസ് അല്ലേ? അവിടെ പ്രൊഡക്ഷൻകാരില്ലേ? ഗോപികൃഷ്ണന്റെ പുറകിൽ എത്രയോ സാങ്കേതിക വിദഗ്ധരുണ്ട്. എത്ര പേരുടെ പ്രയത്നമാണ് ഗോപികൃഷ്ണനെ എന്നെ ഇപ്പോൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ഭാഗമായിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സ് അവിടെ ഉണ്ടാവും. അതല്ലേ എല്ലാ ഷെയ്ഡും അവിടെ വരണമെന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പരാതി നൽകാത്തത് നമ്മുടെ കുഴപ്പമല്ല. ഇപ്പോ ഇത് വേസ്റ്റ് ആണെന്ന് പറയുന്ന ആൾക്കാർ എന്തിനാണ് പിന്നെ ഈ ICCയിലേക്ക് വരുന്നത്? ഇതെനിക്ക് ചോദിക്കേണ്ടി വരും. ഞങ്ങളുടെ ഫോറത്തിൽ ഞാനത് ചോദിക്കും. ഞാനത് ഇപ്പോൾ സംസാരിക്കുന്നത് വ്യക്തിപരമാണ്. പിന്നെ ഗോപികൃഷ്ണൻ മുമ്പേ പറഞ്ഞൊരു കാര്യം, സെക്സൽ ഹറാസ്മെന്റ് എല്ലായിടത്തും ഉള്ളതുകൊണ്ട് മലയാള സിനിമയിൽ ഉണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നത്. അതിന് സാമാന്യവൽക്കരിക്കുകയല്ല. മലയാള സിനിമയിൽ സെക്സൽ ഹറാസ്മെന്റ് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ 10-15 വർഷത്തിന് ശേഷം 20 വർഷത്തിന് ശേഷം വന്ന് പറയുമ്പോൾ ആ പറയുന്ന വ്യക്തികൾക്ക് പോലും നീതി ലഭിക്കില്ല. കാരണം എന്താണ്? സാങ്കേതികമായി അതിന്റെ പല തെളിവുകളും ശേഖരിക്കാൻ പറ്റില്ല ഗോപികൃഷ്ണൻ. അപ്പോൾ ഈ ആരോപണ വിധേയർ മോശപ്പെട്ടവരായി നിൽക്കും സമൂഹത്തിൽ.
പകുതി പേര് പറയും ഇവൻ ചെയ്തതാണ്, പകുതി പേര് പറയും അയാൾ നിരപരാധിയാണ്. അങ്ങനെ രണ്ട് പക്ഷത്തെ ശിക്ഷിക്കാനേ പറ്റത്തുള്ളൂ നമ്മുടെ ഈ ഒരു ഇതുകൊണ്ട്. ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. ഇവിടെ സംഭവം എന്താണ്? ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിപൂർണമായി ഒരു അസോസിയേഷനും കേട്ടിട്ടില്ല. അവർ സെലക്റ്റീവായി കുറെ ആൾക്കാരെ വിളിച്ചു. അവിടെ വിളിച്ചിട്ട് പരാതികൾ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ വന്ന് അവരുടെ പരാതികൾ പറഞ്ഞു. നല്ല വശങ്ങൾ പറഞ്ഞവരില്ല. കാരണം നല്ല വശം പറയേണ്ടവരെ വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി ആദ്യം വന്നപ്പോൾ, ഗോപികൃഷ്ണൻ ശ്രദ്ധിക്കണം, ആദ്യ സമയം മുതൽ ഞാൻ അതിനെ എതിർത്തിരുന്നു. ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ ജസ്റ്റിസ് ഹേമയെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ അവർക്ക് കിട്ടിയ ഗൈഡൻസ് വളരെ തെറ്റാണ്. സമഗ്രമായ മലയാള സിനിമയുടെ A to Z കാര്യത്തെക്കുറിച്ച് വ്യക്തികളെ വിളിക്കണ്ട, സംഘടനകളെ വിളിക്കണം. ഇപ്പൊ തന്നെ നമ്മുടെ രഞ്ജിനി പറഞ്ഞു വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാ പോയത്. ICC നിങ്ങൾ നടത്തുന്നുണ്ടോ? ICCയുടെ പ്രവർത്തനം അല്ല, അത് ശ്രീമതി രഞ്ജിനി പറഞ്ഞത് അവരുടെ സ്വകാര്യമായ അഭിപ്രായം. അവർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടാകും. അല്ല, അത് അവരുടെ സ്വകാര്യമായ അഭിപ്രായം. ICC വേസ്റ്റ് ആണ് നമുക്ക് അത് സ്വകാര്യ അഭിപ്രായമൊന്നും അല്ല. എന്നിട്ട് അവർ പറയുന്നത് ഞാൻ WCCയുടെ ഭാഗമാണ്. WCCയെ നമ്മൾ ബഹുമാനിക്കുന്നവരാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ഒരു പെൺകുട്ടികൾക്കും ഒരു ചൂഷണവും ഈ സിനിമാ മേഖലയിൽ ഒരിടത്തും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ. ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് അവസാനം നിങ്ങൾ കൊള്ളില്ല എന്ന് പറയുന്നത് ശരിയാണോ? ശരി, ഒരു മിനിറ്റ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, എനിക്കറിയാം താങ്കൾക്ക് പോകാൻ ധൃതിയുണ്ട്, താങ്കൾ പറഞ്ഞ സമയം കഴിഞ്ഞു. പക്ഷെ ഒരൊറ്റ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് താങ്കൾ പോയിക്കോളൂ. അതായത് ശ്രീമതി രഞ്ജിനി സംസാരിച്ചപ്പോൾ പറഞ്ഞു, നേരത്തെ തന്നെ ഈ ചാനൽ ഈ വിവരങ്ങളൊക്കെ ഞങ്ങളുടെ കൈവശമുണ്ട്, ഞങ്ങൾ പുറത്തുവിടുമെന്ന് ഒരു വെല്ലുവിളി സ്വഭാവത്തിൽ പറഞ്ഞതാണ് സർക്കാരിനെ. അപ്പോൾ സർക്കാരിന് ഒരു ഗാഗ് ഓർഡർ ഇറക്കാമായിരുന്നു. അന്ന് തന്നെ ഈ കാര്യങ്ങൾ ഒരു പരിശോധന നടത്താമായിരുന്നു. അന്ന് തന്നെ ഒരു ഇടപെടൽ നടത്താമായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ മുൻകൂട്ടി ഈ വിവരങ്ങളൊക്കെ കൈവശമുണ്ടെന്ന് പരസ്യമായ ഒരു ചാനൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതേ ചാനൽ തന്നെ ഈ വിവരങ്ങൾ, അതായത് അതിജീവിതകളെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്ന കണ്ടന്റുകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് SITയുടെ മേലുള്ള ഒരു ഉത്തരവാദിത്വമോ ബാധ്യതയായി മാറുന്നത്? അത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു സംശയമല്ലേ? ശ്രീമതി രഞ്ജിനി ഒരു ലോ ഗ്രാജുവേറ്റ് ആണ്, ഒരു അഡ്വക്കേറ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവര് ഹൈക്കോടതിയിൽ ഒരു പാർട്ടി കൂടിയായിരുന്നു. ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്ത ഒരാളാണല്ലോ. ഹൈക്കോടതിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ രഞ്ജിനി റേസ് ചെയ്തിരുന്നെങ്കിൽ ഹൈക്കോടതി എന്ത് ഓർഡർ ഇട്ടു? രണ്ടാമത് ഈ ചാനലിന്റെ കാര്യം പറഞ്ഞു. ആ കാര്യം ഹൈക്കോടതിയിൽ പറഞ്ഞില്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ എന്താണ് ഹൈക്കോടതിയുടെ ഓർഡർ? ഗവൺമെന്റ് ഏത് പ്രൊവിഷന്റെ കീഴിലാണ് ഗാഗ് ഓർഡർ പാസ്സാക്കുന്നത്? ഫ്രീ സ്പീച്ചിനെ പറ്റി ഇവരുടെയൊക്കെ ധാരണ എന്താണ്? ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന 8 അവകാശങ്ങൾ ഒഴികെ, 8 കാര്യങ്ങളിൽ ഒഴികെ വേറെ ഏത് കാര്യത്തിലും പൊതുജന അഭിപ്രായം രൂപീകരിക്കാൻ, ഡിസ്കഷൻ നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതിനെപ്പറ്റി ഗവൺമെന്റ് എങ്ങനെയാണ് അത് ഗാഗ് ഓർഡർ പാസ്സാക്കുന്നത്? സുപ്രീം കോടതിയിൽ സ്ലാബ് കേസ്, സ്ട്രാറ്റജിക് ലിറ്റിഗേഷൻ പബ്ലിക് പാർട്ടിസിപ്പേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിറ്റിഗേഷൻ വരുന്നതിനെ സുപ്രീം കോടതി വളരെ ശക്തമായിട്ട് വിമർശിച്ചിരുന്നു. ഈയിടെ ചീഫ് ജസ്റ്റിസിന്റെ ഒരു ഓർഡറാണ്. ആകെപ്പാടെ ഇതിനകത്ത് ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത്, ഇപ്പൊ രഞ്ജിനി പറഞ്ഞതുപോലെ വിക്ടിമിന്റെ ഐഡന്റിറ്റി തടഞ്ഞുകൊണ്ട് വേണം എന്ന് സുപ്രീം കോടതി വിധികളുണ്ട്. പിന്നെ നേരത്തെയുള്ള IPCയിലും ഇപ്പോഴത്തെ പുതിയ BNSലും അത് 2 വർഷം വരെ പണിഷ്മെന്റ് കിട്ടാവുന്ന ഒരു ഒഫൻസ് ആണ്. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഒരു വിക്ടിമിന്റെ ഐഡന്റിറ്റി, ഒരു റേപ്പ് കേസിലൊക്കെ വിക്ടിമിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുകയാണെങ്കിൽ അതൊരു പണിഷബിൾ ഒഫൻസ് ആണ്. അത് ആരോടെ പറയേണ്ടത്? അത് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അത് പറയേണ്ടത് കോടതിയിൽ കേസ് ഇരിക്കുന്നു, ഹൈക്കോടതി സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹൈക്കോടതിയിലാണെന്ന് പറയേണ്ടത്. അത് രഞ്ജിനിക്ക് അറിയേണ്ടതാണല്ലോ. സാധാരണ എല്ലാവർക്കും അറിയേണ്ടതാണ്. ഹൈക്കോടതിയിൽ കേസ് ഹൈക്കോടതി സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് എങ്ങനെയാണ് ഗാഗ് ഓർഡർ പാസ്സാക്കുന്നത്? ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, വളരെയധികം നന്ദി. താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ശ്രീ CR നീലകണ്ഠൻ, ഞാൻ താങ്കളിലേക്ക് വരും. ശ്രീ CR നീലകണ്ഠൻ, ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി കൊടുത്ത അതിജീവിതകളുടെ വിവരങ്ങൾ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ സംവിധാനങ്ങളുടെ പരാജയമാണ് എന്നാണ് നടി ശ്രീമതി രഞ്ജിനി ഈ ചർച്ചയിൽ പറഞ്ഞത്. താങ്കൾക്ക് അതിനോട് യോജിപ്പാണോ? 100% എനിക്ക് യോജിപ്പാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ സജി എൻ്റെ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം, അതിജീവിതയുടെ പേര് അറിയാതെ എങ്ങനെയാണ് ഈ അക്യൂസ്ഡ് കുറ്റാരോപിതൻ മറുപടി നൽകുകയെന്ന്. അതിജീവിതയുടെ പേര് കുറ്റാരോപിതൻ അറിയുന്നത് മാധ്യമങ്ങളിൽ കൂടിയല്ല, അയാൾക്ക് FIR കിട്ടി പോലീസ് അന്വേഷിക്കാൻ ചെല്ലുമ്പോഴാണ്. അല്ലാണ്ട് അത് മാധ്യമങ്ങളിൽ കൂടി അറിയേണ്ട ഒരു ഉത്തരവാദിത്വം അങ്ങേർക്കില്ല. ഇപ്പം എനിക്കെതിരെ ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഹേമ കമ്മിറ്റിയിൽ പരാതി ഉണ്ടെങ്കിൽ, ഞാൻ സിനിമാക്കാരനല്ല ആണെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ വന്ന് എന്നോട് പറയണ്ട, മാധ്യമത്തിൽ അത് വരണ്ട. ഇത് കേസ് ചാർജ് ചെയ്യുമ്പോൾ എനിക്കെതിരെ കൃത്യമായി വരും. അപ്പം എന്നോട് ചോദ്യങ്ങൾ ചോദിക്കും, സാക്ഷികളോട് ചോദിക്കും, അപ്പം ഞാൻ ക്ലാരിഫൈ ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, ഗോപീഷൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ,
വളരെ കൃത്യമായി ഉണ്ടല്ലോ. ഒന്ന്, ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു മാധ്യമം ഇത് മുമ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ SITയുടെ ഭാഗമാവുക. ഇനി SIT തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി ചോദിക്കാം. എനിക്ക് പ്രശാന്ത് പത്മനാഭനോടുള്ള ഒരു പ്രശ്നം അതാണ്. SITക്കെതിരെയാണ് പരാതിയെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം. ഇവിടെ SITക്കെതിരെ അല്ലല്ലോ പരാതി. ഈ SIT വരുന്നതിന് മുമ്പ് ലീക്ക് ചെയ്തു എന്ന് പറയുന്ന സംഗതി, അങ്ങനെ ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ SITയുടെ നല്ലല്ലോ. അതാ പറഞ്ഞേ, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു മന്ത്രിസഭയിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു MLAക്കെതിരെ പരസ്യമായി പരാതി വന്നിട്ടുണ്ട്. അദ്ദേഹം സിനിമ അഡ്വൈസറി ബോർഡിൽ അംഗമാണ്. പ്രശ്നങ്ങൾ, ഞാനിത് സെക്ഷൽ ഹറാസ്മെന്റ് മാത്രം മതിയോ എന്നുള്ള ചോദ്യമല്ല, അത് വന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുകയാണ്. ഇനി ഇത് ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് പോയില്ല WCC ചോദിച്ചാൽ വളരെ വിചിത്രമാണ്. എന്താ വെച്ചാൽ 10 ദിവസത്തേക്ക് ഹൈക്കോടതി ഇല്ല. ഇനി പ്രായോഗികമായിട്ടൊന്ന് ആലോചിക്കുക. 10 ദിവസം കഴിഞ്ഞിട്ട് ഹൈക്കോടതി തുറക്കൂ, വെക്കേഷൻ കഴിഞ്ഞ്. അതിനുശേഷം അത് പോകാൻ നിന്നാൽ ഈ കേസ് വരുമ്പോഴേക്കും 10 വാർത്ത പുറത്തു വന്നിരിക്കില്ലേ? ഒരെണ്ണമല്ലല്ലോ ഇപ്പോൾ വന്നുള്ളൂ. ഒരു 10 20 വാർത്ത. നിങ്ങളൊരു ചാനലിന് ഇതൊരു 20 വിവരം പുറത്തുവിടാൻ എത്ര സമയം വേണം? 100 വാർത്ത കൊടുക്കുന്ന ആളുകളല്ലേ നിങ്ങൾ ഒരു 15 മിനിറ്റിനകത്ത്. അപ്പോൾ ഇത് പുറത്തു വിട്ടാൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ WCC ഗവൺമെന്റിനോട് തന്നെയാണ് പറയണ്ടേ. ഇനി ഹൈക്കോടതി കേട്ട് ഉത്തരവിട്ട് ആർക്കെതിരെ നടപടിയെടുക്കും? അതിനൊക്കെ മുമ്പ് ഞാൻ പറയുന്നത് ഇത് ഇപ്പം നിർത്തണം. ഇനി എങ്ങനെ നിർത്തും ഗവൺമെന്റിനോട്? ഇവിടെ ഇതിന് ഹൈക്കോടതിയുടെ ഉത്തരവൊന്നും വേണ്ട നിർത്താൻ. കാരണം ഇതാ ഇവിടെ സ്ത്രീകൾക്കെതിരായ നിയമത്തിന്റെ ഒരു ലംഘനം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ. അങ്ങനെ വന്നാൽ സർക്കാരിന് കേസെടുക്കുകയും ചെയ്യാം, അവർക്ക് നോട്ടീസ് കൊടുക്കുകയും ചെയ്യാം, നിങ്ങളത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാം. അത് ഒരു പൗരാവകാശത്തിന്റെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെയോ പ്രശ്നമല്ല. ഒരു മാനനഷ്ട കേസാണെങ്കിൽ ഡിഫറൻ്റ് ആണ് കേസ്. ഇപ്പം ഞാനൊരു മാനനഷ്ട കേസ് കൊടുക്കുകയാണെങ്കിൽ അത് അന്വേഷിക്കണം പോകണം. ഇതല്ല, ഇത് പരസ്യമായ നിയമലംഘനമല്ലേ? ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാതിക്കാർ അവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളുടെ പേരിൽ എന്ത് നടപടി എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്ന കാര്യം. അതിനോടൊപ്പം തന്നെ അതിജീവിതകളുടെ സ്വകാര്യത സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്തം കൂടിയാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം എന്നത് നിയമലംഘനത്തിനുള്ള അവകാശമായി പരിഗണിക്കാൻ കഴിയില്ല. അതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച പൂർത്തിയാക്കുന്നത്. ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.